നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണ കേസും പീഡന കേസും ഒക്കെ വന്നു. ഇപ്പൊ ഇതാ കടകംപള്ളിക്കെതിരെ ലൈംഗികാരോപണ കേസിൽ DGPക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. ഇത് ഒരു പഴയൊരു കേസാണ്. നമ്മുടെ സ്വപ്ന സുരേഷിന്റെ ഒരു കേസാണ്. അപ്പം മുങ്ങിപ്പോയ കേസ് അല്ലെ? മുങ്ങിപ്പോയ കേസാ. അതായത് എനിക്കൊന്ന് കഴിഞ്ഞ തവണ ഒരു കേസ് കൊടുത്തിട്ടില്ല. ഈ ഒരു സംഭവം നടക്കുമ്പോൾ കേസ് കൊടുത്തിട്ടില്ല. പുള്ളി ഒരു മുൻ മന്ത്രി കൂടെ ആയിരുന്നല്ലോ. അപ്പൊ അന്നാണ് പുള്ളിക്കാരത്തി ഈ ഒരു വിഷയം ഉന്നയിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിലാണ് ഈ ഒരു വിഷയം പറയുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ രാത്രികാലങ്ങളിൽ അശ്ലീല ചുവയോടെ സംസാരിക്കുന്നു പറഞ്ഞിട്ടാണ് അന്നൊരു പരാതി പറയുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിലാണ് അത് പറയുന്നത്. പക്ഷെ അന്നത് വിവാദമായെങ്കിലും അതൊരു കേസ് എന്നൊരു നിലയിലോട്ട് അത് പോയിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്നത് അതെ, എം മുനീർ എന്ന് പറയുന്നൊരു കോൺഗ്രസ് നേതാവ് അതൊരു കേസായിട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇത് ഇങ്ങനൊരു സംഭവം ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുക്കുന്നത്. അതിന് കാരണം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തന്നെയാണ്. അപ്പം ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രത്യേകിച്ച് സി പി എം വലിയ രീതിയിലുള്ളതാണ് ഇതിന് പ്രതികരിച്ചത്. അതായത് വളരെ ആഭാസകരമായിട്ടുള്ള രീതിയിലാണ് പാർട്ടിയിൽ പോലും ഇങ്ങനെ ഒരു സംഭവം നടക്കാത്ത രീതിയിലാണ് അവരുടെ. അതെ. അത് ഇതിനു മുമ്പ് രാഹുലിനെതിരെ അവര് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴത്തേനും സ്വന്തം പാർട്ടിയിൽ എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് അവർ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിനു മുമ്പ് മുകേഷിനെതിരെ പരാതി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ EK ശശി, P ശശി, ഇങ്ങനെ തുടങ്ങിയ അതെ പേരുകൾ അങ്ങ് നീളുകയാണ്. അപ്പം ഇവർക്കെതിരെ എല്ലാം ഇപ്പൊ ഈ ലൈംഗിക ആരോപണ പരാതികൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്ത് നടപടി സ്വീകരിച്ചു അവർ ഓർക്കാതെയാണ്. അതെ, അവർ ഓർക്കുന്നില്ല. മാത്രമല്ല അതിൽ കേരളം കണ്ട ഏറ്റവും അശ്ലീലമായിട്ടുള്ള ഒരു പ്രതികരണമാണെന്ന് CPM-ൽ നിന്നുണ്ടായത്. അതായത് തീവ്രത വളരെ കുറവാണെന്നാണ് ഒന്ന് പറഞ്ഞത്. അപ്പം അത് ഏത് കോണ്ടസ്റ്റിലാണ് അന്ന് അവർ പറഞ്ഞതെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കേരളം ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലോട്ട് വരുമ്പോഴത്തേനും അവർ വലിയ വിവാദങ്ങൾ ഉയർത്തുന്നു. ശരിയാണ്, അവർ പറയുന്നതിൽ ഒരു സ്ത്രീക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോഴത്തേനും അതിനെതിരെ പ്രതികരിക്കണം, തീർച്ചയായും. പക്ഷെ അത് പ്രതികരിക്കാൻ ഈ CPM-ന് എന്ത് യോഗ്യത ഉള്ളതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവിടെയാണ് ഈ കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ളവരുടെ ഒരു ഇത് വരുന്നത്. കാരണം ഈ സ്ത്രീ പീഡനങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ തീവ്രത കൂടിയത് കുറഞ്ഞത് എന്നൊന്നുമില്ല. ആക്രമണങ്ങൾ എപ്പോഴും ആക്രമണങ്ങൾ തന്നെയാണ്. അതിപ്പം പോഷ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് തന്നെയുണ്ട്. അതായത് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരാസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ പരിധിയിൽ വരുന്നതാണ് ഇതെല്ലാം. അതായത് അത് മെസ്സേജ് അയച്ചാലും നോക്കിയാലും എങ്ങനെയൊക്കെ ചെയ്താലും, അതായത് ഇപ്പം കടന്നു പിടിച്ചാലും അഥവാ നേരിട്ട് പീഡിപ്പിച്ചാൽ പോലും ഈ ഒരു ആക്ടിനുള്ളിൽ തന്നെയാണ് ഇതെല്ലാം വരുന്നത്. അപ്പം അതിൽ തീവ്രത കൂടിയത് കുറഞ്ഞത് എന്നൊന്നുമില്ല. അപ്പം CPM എന്തായാലും തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടത് തങ്ങൾ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ഇത്തരം പരാതികൾ ഉന്നയിക്കപ്പെടുമ്പോൾ അവരെങ്ങനെയാണ് ഇതിനെ സമീപിച്ചത് എന്നാണ് ആദ്യം നോക്കേണ്ടത്. പക്ഷേ അത് നോക്കാത്ത രീതിയിൽ ഇതിനെ കൃത്യമായ രാഷ്ട്രീയ ലാക്കോടുകൂടി തന്നെ ഇതിനെ നോക്കുകയും ഇതിനെ സമീപിക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രശ്നം വരുന്നത്. അവിടെയാണ് പ്രശ്നം ഉന്നയിക്കുന്നത്. അതെ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പരാതി പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം സ്വപ്ന സുരേഷ് നമുക്കറിയാം ഒരു വിവാദ നായികയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വളരെയേറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നായികയാണ്. പക്ഷെ അതുകൊണ്ട് ഒരു സ്ത്രീ അല്ലാതാവുന്നില്ല. അപ്പം അവർക്ക് അവരുടേതായ അവകാശങ്ങളുള്ള അവർ ചിലപ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ടാവും, ഇല്ലായിരിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് അവരുടേതായ ചില അവകാശങ്ങളുണ്ട്. അപ്പൊ ആ അവകാശത്തിൽപ്പെട്ടതാണ് ഇവർക്ക് നേരെ ഉണ്ടായി ഈ ഒരു അതിക്രമം തന്നെ. അപ്പം അതിലവർക്ക് പരാതിപ്പെടുകയോ ചെയ്യാതിരിക്കും. അതിപ്പം എന്തായാലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു അന്വേഷണം ഉണ്ടാവും. രണ്ട് സൈഡിലുള്ള പരാതികളും സ്ത്രീകൾക്കെതിരെയാണ് അതിക്രമം നടന്നിരിക്കുന്നത്. അത് കൃത്യമായി പരാതികൾ അന്വേഷിക്കണം അല്ലേ? അതെ, തീർച്ചയായും. കാരണം പുള്ളി അന്നൊരു മന്ത്രിയും കൂടെ ആയിരുന്നു. അപ്പൊ ആ ഒരു പ്രിവിലേജ് പുള്ളി തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതും ഈ വലിയൊരു തെറ്റ് തന്നെയാണല്ലോ. കാരണം പ്രിവിലേജുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നതും ഒരു വലിയൊരു തെറ്റ് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ടർ ചാനലിലെ കാര്യം പറഞ്ഞു. അന്നും അവിടെ സംഭവിച്ചും സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. അതായത് മേലധികാരി എന്നുള്ളൊരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് അയാളെ പെൺകുട്ടിക്ക് നേരെ അത്തരം ഒരു ആക്രമണം നടത്തുന്നത് തന്നെ. പല ആരോപണങ്ങൾ ഈ പറയുന്ന ചാനലിന് നേരെ പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. 2-3 തവണ ഇങ്ങനെ ഒരു ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഒരുപാട് പേർ ആരോപണങ്ങൾ ഉന്നയിക്കാതിരുന്നിട്ടുണ്ട്. ഒരുപാട് പേർ 40-ലധികം ആൾക്കാർ അവിടെ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടതാണ്, വെളിച്ചത്ത് വരേണ്ടത് തന്നെയാണ്. അപ്പൊ ഒരിക്കലും ഒരു രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല ഇതിനകത്ത് പ്രതികളായിട്ടുള്ളവർ പറയുന്ന, അത് പൊതുവിടത്തിലായാലും ജോലി സ്ഥലത്തായാലും എവിടെയാണെങ്കിലും പോലും ഇത്തരം ആക്രമണം ഉണ്ടായാലും തീർച്ചയായിട്ടും നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം. എന്തായാലും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും ഇങ്ങനൊരു വിഷയത്തിലാണെങ്കിൽ പോലും ഇങ്ങനൊരു പരാതി ഉയർന്നത് വളരെ നന്നായി തന്നെ പറയാനുള്ളൂ.